ധനുഷിന്റെ 50ാമത്തെ ചിത്രമായിട്ടുള്ള റായൻ വളരെയധികം കാത്തിരുന്നൊരു മൂവിയായിരുന്നു. പ്രത്യേകിച്ച് ധനുഷ് എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു മൂവി. അത് എ.ആർ. റഹ്മാന്റെ മ്യൂസിക്കല് ആൻഡ് ലീഡിംഗ് ക്യാരക്ടറിൽ ധനുഷ് തന്നെ വരുന്നു. അതിന്റെ ഒപ്പം ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള കാസ്റ്റ്. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ മേക്കിംഗ് വൈസ് അവർ നല്ല രീതിയിൽ സെറ്റ് ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സിനിമയുടെ ഔട്ട്പുട്ടിൽ പലയിടത്തും കാണാനുണ്ടായിരുന്നു. കാരണം പല ഷോട്ടുകളൊക്കെ നല്ല ക്വാളിറ്റി പുലർത്തിയിരുന്നു. അതിന്റെ ധനുഷിൽ ഒരു നല്ലൊരു ഡയറക്ടർ ഉണ്ടെന്ന് കാണിക്കുന്ന ചില സീൻസുകളും ഉണ്ടായിരുന്നു. പക്ഷെ പടത്തിന്റെ സ്റ്റോറിയാണ് ഈ പടത്തിലത്തെ മെയിൻ ആയിട്ടുള്ള വില്ലൻ. കാരണം ഒരു പകുതി പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരു മിഡ് ഒക്കെ എത്തിയപ്പോൾ പിന്നീട് ആ കഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എന്തൊക്കെയോ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. മെയിൻ ആയിട്ട് ഈ സിനിമയിലെ ഒരുപാട് പാസം കയറ്റി സെക്കൻഡ് ഹാഫിൽ. അതാണ് ഏറ്റവും ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. കാരണം സ്റ്റോറി ഒരു ഫസ്റ്റ് ഹാഫ് വരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് തൊട്ട് സെക്കൻഡ് ഹാഫിന്റെ ഒരു ബിഗിനിങ് തൊട്ട് ഒരു അരമണിക്കൂർ വരെ വളരെ നല്ല രീതിയിൽ തന്നെ പോയി. ചില സീനുകളൊക്കെ നൈസ് വിസിൽ വർത്തിങ് ആയിട്ടുള്ള കുറെ സീനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എന്തൊക്കെ എവിടെയൊക്കെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അവസാനിപ്പിച്ച ഒരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് പടത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ അത്രത്തോളം ആ ഒരു ഇമോഷൻസ് അത്രത്തോളം വർക്ക് ആവാത്ത ഒരു അവസ്ഥയായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ധനുഷിന്റെ റായ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എസ് സൂര്യയുടെ പെർഫോമൻസ് അല്ല ആസ് യൂഷ്വൽ ആള് വന്ന് റോക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് പ്രകാശ് രാജിന്റെ ക്യാരക്ടർ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ചു നേരമൊക്കെ ഉണ്ടായി. പിന്നീട് ആ ക്യാരക്ടർ എങ്ങോട്ട് പോയി എന്നറിയാതെ അവസാനം പടത്തിന്റെ അവസാനമൊക്കെ ആയപ്പോഴാണ് ആ ക്യാരക്ടർ കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് എന്തിനായിരുന്നു എന്ന് ശരിക്കും ചോദിച്ചു പോയി. ആൻഡ് പടം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിലായിരുന്നു സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് പടം അങ്ങനെ പൊക്കോണ്ടിരുന്നത്. കാരണം സ്റ്റോറിനെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം, അല്ലെ നല്ലൊരു സ്റ്റോറി അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിലത്തെ ഒരുപാട് പൊട്ടൻഷ്യൽ തിരിച്ചറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അവസാനിപ്പിച്ച ഒരു മട്ടായിരുന്നു. കാരണം പലയിടത്ത് ഇമോഷൻസ് അത്രത്തോളം വർക്ക് ആവാത്തത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ. അതർവൈസ് ആ പടം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ഒരു മിഡ് വരെ നല്ല രീതിയിൽ കഥ കൊണ്ടുവരുന്ന ഒരു സിനിമയായിരുന്നു. സ്റ്റോറി തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വില്ലനായിട്ട് വന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെക്നിക്കൽ വൈസ് സിനിമാറ്റോഗ്രഫി ആയാലും മ്യൂസിക് ആയാലും എ ആർ റഹ്മാന്റെ മ്യൂസിക് എനിക്ക് ഇതിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത്ര വലിയ എന്താ പറയാ സംഭവങ്ങളല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില സീൻസ് അതിലൊരു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ സൂര്യനും മീറ്റ് ചെയ്യാൻ ധനുഷ് വരുമ്പോൾ ഒരു ബീറ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. കാരണം അത് നൈസ് സാധനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഉസിറ എന്ന് പറയുന്ന ഒരു സീൻ, ആ ഒരു സീക്വൻസ് വരുന്ന ഒരു പാട്ടിലത്തെ ഒരു ഭാഗമൊക്കെ അതൊക്കെ നൈസായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും ഫീൽ തന്നെ കിട്ടി ആ ഒരു ഭാഗങ്ങളിലൊക്കെ. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ആ ഒരു ലൈറ്റ്, പല സീനുകളിലും വന്നിട്ടുള്ള കുറെ ലൈറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഗ്രീന്, ബ്ലൂ, റെഡ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ചില ഷോട്ടുകളൊക്കെ അത്രത്തോളം നൈസ് ക്വാളിറ്റി പുലർത്തിയതായിട്ട് തോന്നി. ആൻഡ് എന്തായാലും പടം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ളതായിരുന്നു. പക്ഷെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ വില്ലനായിട്ട് മാറിയത്. സോ ഓവറോൾ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു റായൻ. കാരണം അത്രയും നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റോറീനെ ശരിക്കും ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കുത്തിക്കയറ്റിയിട്ട് ആകെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.